ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. യാതനകൾ ഈ ജനത്തിന് വരാൻ പോകുന്നു. യിരെമ്യാവ് പറയുകയാണ്, ഈ ജനത്തിന് കഷ്ടതകൾ വരാൻ പോകുന്നു, ജനത്തിന് നഞ്ചുവെള്ളം കുടിക്കേണ്ടി വരുന്നു. 23-ാം അധ്യായം 15-ാം വാക്യം. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. പ്രവാചകന്മാരാണ്, പക്ഷേ അവർ ദൈവ വഴിയിലല്ല ജീവിക്കുന്നത്. പ്രവാചകൻ എന്നാണ് അവരുടെ പേര്, പ്രവചനം പറയുകയാണ് അവരുടെ ജോലി. പക്ഷേ അവരുടെ ജീവിതം വിശുദ്ധമായിട്ടില്ല. അവരുടെ ജീവിതത്തിൽ വചനത്തിന് വില കൊടുക്കുന്നില്ല. അവരുടെ നാവിൽ കൂടി ഒരു വചനം പറയുന്നുണ്ട്, പക്ഷേ പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നു, അവരെ ഞാൻ നഞ്ചുവെള്ളം കുടിപ്പിക്കും. ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പ്രവാചകന്മാരെക്കുറിച്ച് ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. എന്താണ് പറഞ്ഞത്? അവർക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ വരാൻ പോകുന്നു. അവർ പ്രസംഗിക്കുന്നിടത്തോളം ജീവിക്കുന്നില്ല, പ്രസംഗത്തിനത്തോളം ജീവിക്കാത്തതുകൊണ്ട് അവർ കൈപ്പേറിയ അനുഭവങ്ങൾ വരാൻ പോകുന്നു. പ്രസംഗിക്കുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പക്ഷേ അവരുടെ ജീവിതത്തിൽ അതില്ല. അതുകൊണ്ട് അവർ കാഞ്ഞിരം കൊണ്ട് അവരെ പോഷിപ്പിക്കാൻ പോകുന്നു. നഞ്ചുവെള്ളം അവർ കുടിക്കേണ്ടി വരുന്നു. വീണ്ടും നമുക്ക് വായിക്കാം. ആമോസ് പ്രവാചക പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. ആമോസ് 5:7. ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നവരെ കാർത്തികേയും മഹീരത്തെ സൃഷ്ടിക്കുകയും ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നു. എന്താണ്? ന്യായത്തെ കാഞ്ഞിരമായിട്ട് തുപ്പിക്കളയുന്നു. ന്യായത്തെ സ്വീകരിക്കുന്നില്ല. നീതിയില്ലാത്ത പ്രവൃത്തികൾ, അന്യായമായ പ്രവൃത്തികൾ, അശുദ്ധമായ പ്രവൃത്തികൾ. ന്യായത്തെക്കുറിച്ച് പ്രസംഗിക്കും, പക്ഷേ ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുന്നു. കാഞ്ഞിരം സ്വീകരിക്കാൻ വയ്യാത്തത്. അതുപോലെ ന്യായത്തെ ഉപേക്ഷിക്കുന്നു, നീതിയെ പിന്തള്ളുന്നു. അങ്ങനെയുള്ളവർക്ക് ശിക്ഷാവിധി വരുന്നു. വീണ്ടും വായിക്കാം. ആവർത്തനം 29:17. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. ദൈവത്തെ വിട്ടുമാറുന്നവരെ ആരും ഉണ്ടാകരുത്. ദൈവത്തെ വിട്ടു പോകരുത്. ഇന്ന് സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ന് ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുന്നതെല്ലാം പഴഞ്ചൻ സിദ്ധാന്തങ്ങളായി ആളുകൾ അവഗണിക്കുന്നൊരു കാലമാണ്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിന് കൂടിയേ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ചുരുങ്ങി വരികയാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? സ്നേഹിതരെ, ആരെല്ലാം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി, സത്യമായും ഒരു ദൈവം ജീവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു, ജീവനുള്ള പിതാവ്, ഈ ഭൂമിയിലേക്ക് അയച്ച അതിൻ്റെ തിരുക്കുമാരനത്രേ. നിത്യനായ ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ ഇറങ്ങി വന്നതാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യാതൊരാൾക്കും ഈ ലോകത്ത് സമാധാനം ലഭിക്കും, യാതൊരാൾക്കും നിത്യതയിൽ നിത്യജീവൻ ലഭിക്കും. ഇതെല്ലാം സത്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത് ഒരു തത്വചിന്തയുടെ ഏതെങ്കിലും ഒരു പോയിൻ്റ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വിഷമിക്കുന്നൊരു സമയം വരുമ്പോൾ, നിങ്ങൾ വലയുന്നൊരു കാര്യം വരുമ്പോൾ, നിങ്ങൾ മനസ്സ് ഉലയുന്നൊരു സംഗതി വരുമ്പോൾ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കുക. മുട്ടുമേലിരിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ. അല്ല, അതിന് സാധിക്കുന്നില്ലെങ്കിൽ
നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഇരിക്കുക. ഈ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. ഈ ബൈബിൾ വേദപുസ്തകം നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. നിങ്ങൾ ആ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം എടുക്കുക. നിങ്ങൾ എന്നിട്ട് വായിക്കാൻ തുടങ്ങുക. നിങ്ങൾ പതറി ഉലഞ്ഞാണ് ഇരിക്കുന്നത്, മനസ്സ് വിഷമിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ കാണാം, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ മീ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. തുടർന്ന് നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾ കാണും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഐ ഷൽ നോട്ട് ലീവ് ദി കംഫർട്ട്ലെസ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അസന്തുഷ്ടരായി വിടുകയില്ല. വീണ്ടും വായിച്ചു വരുമ്പോൾ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യങ്ങൾ ഓരോന്നോരോന്ന് വായിക്കും തോറും നിങ്ങളറിയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശാന്തി കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. വചനത്തിൻ്റെ ശക്തിയാണത്. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണത്. പരിശുദ്ധാത്മാവ്, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടി നമ്മിലേക്ക് ആശ്വാസം പകരുന്നു. ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. നിങ്ങളത് ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിച്ച് നോക്കൂ, ആത്മാർത്ഥമായി പരീക്ഷിച്ച് നോക്കൂ. ഈ ബൈബിൾ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം വായിക്കൂ. അത് വായിച്ച് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം വായിക്കൂ. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾ നിയമിച്ചിരിക്കുന്നു. ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിച്ചു വരുമ്പോൾ, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം എനിക്ക് സ്വന്തമായി തന്നെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ കുളിർ കോരിയിടുന്ന പോലെ തോന്നും. മനസ്സിൽ ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. 16-ാം അധ്യായം വായിക്കുന്നു. സമയമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്നു 16-ാം അധ്യായം. അപ്പോഴാണ് കർത്താവിൻ്റെ ആ ഒടുവിലത്തെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ അധ്യായം വരുന്നത്. 16-ാം അധ്യായം അത് വരുന്നു. അതിൻ്റെ അവസാനം എങ്ങനെയാണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഇല്ലെന്നല്ല കർത്താവ് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഇത്രയും കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ സമയമുണ്ടെങ്കിൽ 17-ാം അധ്യായം വായിക്കുന്നു. 17-ാം അധ്യായം അവിടെയാണ്, പിതാവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിലാകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമെന്നത്രയും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിതാവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിലാകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമെന്നത്രയും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. ഇതോരോന്നും നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു. അതാണ് ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവ്. ഇത് കേവലം സൈക്കോളജിക്കൽ ഫിനോമിനൻ അല്ല, വെറും മനഃശാസ്ത്രപരമായ ഒരു പ്രതിഭാസമല്ല. ഇത് അത്ഭുതകരമായൊരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. തത്വങ്ങളുടെ പഠിത്തമല്ല ക്രിസ്തീയ ജീവിതം, പാണ്ഡിത്യ പ്രകർഷമല്ല ക്രിസ്തീയ ജീവിതം, അറിവിൻ്റെ ഭണ്ഡാരമല്ല ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവർ, അനുഭവങ്ങളുടെ സംഘാതമാണ് ക്രിസ്തീയ ജീവിതം. അനുഭവങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് അനുഭവം കിട്ടും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അരികത്ത് വന്നത് നിങ്ങൾ അനുഭവിക്കും. യേശു ക്രിസ്തു നിങ്ങളെ തഴുകി നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഏകങ്ങളടിച്ച് കരയുമ്പോൾ കർത്താവ് നിങ്ങളുടെ പുറത്ത് പയ്യെ പയ്യെ തലോടിത്തരും നിങ്ങൾ അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന നിങ്ങൾ അനുഭവിക്കും. ഭാരമേറിയ ചുവടും പേറിയാണ്, ഭാരമേറിയ ഹെവി ബേർഡൻസ്, ഭാരമേറിയ ചുവടും പേറിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നത്. എന്നാൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്കും കുറച്ച് നേരം കരഞ്ഞും പ്രാർത്ഥിച്ചും കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭാരങ്ങളെല്ലാം പറന്നു പോയിരിക്കുന്നു. എന്തൊരത്ഭുതം! പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പരീക്ഷിക്കാം, ഇത് നിങ്ങൾക്ക് അനുഭവിക്കാം. ക്രിസ്തീയ ജീവിതം മധുരതരമായ അനുഭവമാണ്. അത് നഞ്ചുവെള്ളം കുടിക്കേണ്ട അനുഭവമല്ല, അത് കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിക്കേണ്ട അനുഭവമല്ല, അത് കൈപ്പേറിയ അനുഭവങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്രിസ്തീയ ജീവിതം കർക്കശമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്രിസ്തീയ ജീവിതം കഠിനമാണെന്ന് വിചാരിക്കരുത്. ക്രിസ്തു കഠിന പുരുഷനാണെന്ന് വിചാരിക്കരുത്. ക്രിസ്തു ക്രൂരനാണെന്ന് വിചാരിക്കരുത്. ദൈവം ഭയങ്കരനാണെന്ന് വിചാരിക്കരുത്. ദൈവം ശിക്ഷിക്കാൻ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കരുത്. മനുഷ്യൻ തെറ്റ് കണ്ട് നിരന്തരം ശിക്ഷിക്കാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ക്രൂരമൂർത്തിയാണെന്ന് വിചാരിക്കരുത്. ദൈവം സ്നേഹമാണ്. നിത്യനായ ക്രിസ്തു സ്നേഹമാണ്. നിത്യനായ ദൈവം സ്നേഹമാണ്. സ്നേഹം മാത്രം. തന്നെ ത്യജിക്കാൻ തയ്യാറായ സ്നേഹം, തന്നെ ക്രൂസിൽ അർപ്പിക്കാൻ തയ്യാറായ സ്നേഹം, തന്നെ കുരിശിൽ ബലിയർപ്പിക്കാൻ തയ്യാറായ സ്നേഹം. എൻ്റെ സഹോദരങ്ങളെ, ആ സ്നേഹത്തെ കണ്ടാൽ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദൈവത്തിന് സ്തോത്രം. സ്നേഹമായ യേശുവിനെ കണ്ടാൽ പിന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല. യേശുവിനോടൊരു സ്നേഹം വരുന്നു. അത് അനുഭവമായി ഓരോരുത്തരും പ്രാപിക്കേണ്ടതാണ്. യേശുവിനോടുള്ളതായൊരു
സ്നേഹം, മറ്റെല്ലാവരെക്കാളും കൂടുതൽ യേശുവിനുള്ളതായ സ്നേഹം, അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും മക്കളെക്കാളും എല്ലാം ഉപരിയായി യേശുവിനുള്ളതായ സ്നേഹം. അപ്പോഴാണ് യേശുവിനുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് അപ്പനെ ഏറ്റവും അധികം സ്നേഹിക്കാൻ സാധിക്കുന്നത്. യേശുവിനുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് അമ്മയെ ഏറ്റവും കരുതാൻ സാധിക്കുന്നത്. യേശുവിനുള്ളതായ സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് ഭാര്യയെ ഏറ്റവും അധികം സ്നേഹിക്കാൻ സാധിക്കുന്നത്, ഭർത്താവിനെ ഏറ്റവും കാര്യമായി സ്നേഹിക്കാൻ സാധിക്കുന്നത്. അവിടെ നിഷ്കളങ്ക സ്നേഹമാണ്, അവിടെ നിർമ്മല സ്നേഹമാണ്, അവിടെയുള്ള വികാരങ്ങൾ വിശുദ്ധമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ വികാരം സംശുദ്ധ വികാരമാണ്. ആ സ്നേഹത്തിൻ്റെ വികാരത്തിൽ നിങ്ങളുടെ ജീവിതം പുഷ്ടിപ്പെടുകയും തളിർക്കുകയും നിങ്ങൾ ഫലം കായ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം പുഷ്പിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യും. വേണമോ നിങ്ങൾക്ക് ഈ സ്നേഹമായ ക്രിസ്തുവിനെ കാണുക, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ക്രിസ്തുവിനെ കാണുക. കൈപ്പേറിയ അനുഭവങ്ങൾ മാറിപ്പോകും, കൈപ്പുറ്റ നിങ്ങളുടെ യാതനകൾ മാറിപ്പോകും, സന്തോഷവും സമൃദ്ധിയായ ആനന്ദം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ആ സ്നേഹത്തിലുള്ള സ്തുതിയാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന സ്നേഹത്തിൻ്റെ സ്തുതി. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുമെന്ന് നാം എല്ലാം ഏറ്റു പറയാറില്ലേ? ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. എവിടെ ബലിയുണ്ട്, എവിടെ ആരാധനയുണ്ട്, എവിടെ വിശുദ്ധ ബലിയുണ്ട്, ഈ ആരാധന, ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രമാകുന്നു. അവിടെ സമാധാനമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ സമാധാനമുണ്ട്. ഈ സ്നേഹത്തിലേക്ക് വരുമ്പോൾ അവിടെ സമാധാനമുണ്ട്. നിങ്ങൾക്ക് ഈ സ്നേഹം കിട്ടിയിട്ടുണ്ടോ? ക്രൂശിലെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ദാഹിക്കണം. കർത്താവേ, ഈ ക്രൂസിലെ സ്നേഹം എനിക്ക് ഒന്ന് സ്വന്തമാക്കണം, ഇതെനിക്ക് സ്വന്തമായി ഒന്ന് അനുഭവിക്കണം. ഈ സ്നേഹത്തിൽ എനിക്കിങ്ങ് ലയിക്കണം, ഈ സ്നേഹത്തിൽ എനിക്ക് അലിഞ്ഞു ചേരണം. ഈ സ്നേഹത്തിൽ ഞാനും യേശുവും കൂടി താതാത്മ്യം പ്രാപിക്കണം. യേശുവിൽ ഞാൻ താതാത്മ്യം പ്രാപിച്ച് യേശുവിൽ തന്മയീഭാവം കൊണ്ട് യേശുവിൽ ലയിച്ചു ചേർന്ന് യേശുവിൽ അലിഞ്ഞു ചേർന്ന് യേശുവിൻ്റെ തിരുവിലാവിൽ ഒളിക്കുവാനുള്ളതായ ഭാഗ്യം എനിക്ക് തരണം. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണം. സഹോദരങ്ങളെ, സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം വായിച്ചത് എന്താണ്? ആമോസ് പ്രവാചന പുസ്തകം 5-ാം അധ്യായം 5:7, 5:18. ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നവരെ ന്യായത്തെ കാഞ്ഞിരമാക്കുന്നു, നീതിയെ തള്ളിയിട്ട് കളയുന്നു. വീണ്ടും വായിക്കാം. ആമോസ് 5:18. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അത് ഒരുത്തൻ സിംഹത്തിന് മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അത് വരാൻ പോകുന്ന കയ്പിൻ്റെ അനുഭവത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവാചകൻ പറയുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന സാധാരണ രീതിയിലുള്ള കയ്പുകളല്ല, വരാൻ പോകുന്ന ഒരു ഭയാനകമായ കയ്പ്, വരാൻ പോകുന്ന നിത്യമായൊരു കയ്പ്, വരാൻ പോകുന്ന ഭയാനകമായ അത്യാഹിതങ്ങൾ, ഈ ലോകത്തിന്മേൽ വരാൻ പോകുന്ന വലിയ ഭയങ്കരമായ ശിക്ഷാവിധികൾ, ലോകം തകരുകയും ഈ ഭൂമി ഉരുകുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു തീച്ചുളയുടെ അനുഭവം വരാൻ പോകുന്ന കാര്യമാണ്. ദൈവം കൃപ തന്നാൽ നമുക്ക് അടുത്ത പ്രസംഗത്തിൽ ആ കാര്യം ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ ആ കുരിശിന്മേലുള്ള കയ്പിലേക്ക് നിങ്ങൾ നോക്കൂ. കുരിശിൽ കയ്പ് കുടിച്ചു, കുരിശിൽ കയ്പ് കാടി കുടിച്ചു. 69-ാം സങ്കീർത്തനം എടുക്കാം. 69-ാം സങ്കീർത്തനം അതിൽ നമുക്ക് വായിക്കാം. കയ്പേറിയ അനുഭവം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ കയ്പ്, യേശു ക്രിസ്തു ഏറ്റതായ കയ്പ്. 69-ാം സങ്കീർത്തനം 21-ാം വാക്യം. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ദൈവത്തിന് സ്തോത്രം. കയ്പേറിയ കാടി കൊടുത്തു, കയ്പേറിയ പാനീയം കൊടുത്തു. അവർ എനിക്ക് കുടിപ്പാൻ കയ്പ് തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു കയ്പ് കുടിച്ചത് എൻ്റെ ജീവിതത്തിലെ കയ്പ് മാറ്റി എനിക്ക് മധുരം തരാനാണ്. സ്നേഹിത, നിൻ്റെ ജീവിതത്തിലെ കയ്പ് മാറ്റി നിനക്ക് മധുരം തരാനാണ് യേശു ക്രിസ്തു കുരിശിൽ കയ്പ് കുടിച്ചത്. മകളെ, നിൻ്റെ ജീവിതത്തിലെ കയ്പേറിയ അനുഭവങ്ങൾ മാറ്റി നിനക്ക് മധുരവും സമാധാനവും സന്തോഷവും തരാനാണ് കർത്താവായ യേശു ക്രിസ്തു കയ്പ് കുടിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഞാൻ കരുതട്ടെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ കരുതട്ടെ. ഈ നാനാദേശങ്ങളിലിരുന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുരിശിലേക്ക് നോക്കി നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാം, കുരിശിലേക്ക് നോക്കി നിങ്ങൾക്ക് സമാധാനം പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. അഡോണിറാം ജഡ്സൺ എന്ന് പറയുന്ന ഒരു ഭക്തനെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറയുകയുണ്ടായി. അഡോണിറാം ജഡ്സൺ, അദ്ദേഹം വിദേശത്ത് നിന്ന് ഭാരതത്തിൽ വന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് വന്നത്. എല്ലാം വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം നമ്മുടെ ഭാരതത്തിൽ വന്നു.
എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം ബർമയിലേക്ക് പോയി. മ്യാൻമറിൽ ചെന്നു. അവിടെ അദ്ദേഹം സുവിശേഷ വേല ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്. കേൾക്കൂ, ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഒരു രോഗം വന്നു. രോഗം മൂർച്ഛിച്ചു. ഭാര്യ മരിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും സ്വന്തക്കാരും നിർബന്ധിച്ചു. നാട്ടിൽ നിർബന്ധം വന്നു, ഇനി നീ അവിടെ നിൽക്കണ്ട, നീ തിരിച്ചു പോരെ, നീ ഇനിയും വിദേശത്ത് പോയി സുവിശേഷ വേല ചെയ്യണ്ട. ഭാര്യ മരിച്ചില്ലേ, ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും, പിഞ്ചു കുഞ്ഞിനെ ആര് നോക്കും? ദൈവത്തിന് സ്തോത്രം. അഡോണിറാം ജഡ്സൺ അദ്ദേഹം അതിന് വഴിപ്പെട്ടില്ല. അദ്ദേഹം പിന്നെയും അവിടെ ബർമയിൽ സുവിശേഷ വേല ചെയ്തു. കുറച്ച് കഴിഞ്ഞു ആ ഓമന കുഞ്ഞും മരിച്ചു. എന്താണ് ദൈവത്തിന് വേല ചെയ്യുന്നവർക്ക് എന്താണ് ഇങ്ങനെ അപകടം വരുന്നത്? ദൈവം കണ്ടിട്ടില്ലേ? ദൈവം നോക്കിയിട്ടില്ലേ? ആളുകൾക്ക് മനസ്സിലാവില്ല. ദൈവത്തിൻ്റെ വേലക്കാരന് എന്തുകൊണ്ട് ഈ അപകടം വരുന്നു? ചിലർ ചിലപ്പോൾ നെറ്റി വിളിച്ചേക്കും. ചിലർ ചോദിക്കും, ദൈവത്തിൻ്റെ വേലക്കാരെ ദൈവം പരീക്ഷിക്കേണ്ടതല്ലേ? ദൈവം പരിരക്ഷിക്കേണ്ടതല്ലേ? ദൈവം നോക്കേണ്ടതല്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്കതിന് മറുപടിയില്ല. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞ് മരിച്ചു. അപ്പോഴും നിർബന്ധം വന്നു, പോരെ തിരിച്ച് നാട്ടിലേക്ക്, വിദേശത്ത് താമസിക്കേണ്ട. അദ്ദേഹം പോയില്ല. എന്തുണ്ടായി? അദ്ദേഹം ബർമീസ് ഭാഷ പഠിച്ചു. ഒരു പരിചയമില്ലാത്ത ബർമീസ് ഭാഷ പഠിച്ചു. അദ്ദേഹം ബർമൻ ഭാഷയിൽ വേദപുസ്തകം തർജ്ജമ ചെയ്തു. ആ ആളുകൾക്ക് വേദപുസ്തകം കിട്ടുവാൻ ബർമീസ് ഭാഷയിലേക്ക് അദ്ദേഹം സുവിശേഷ പ്രതികൾ പിന്നീട് വേദപുസ്തകം മുഴുവനും തർജ്ജമ ചെയ്തു. അങ്ങനെ ആ ദേശത്ത് സുവിശേഷം പരന്നു. ജഡ്സൺ മരിച്ചുപോയി. ജഡ്സൺ കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പാകിയ വിത്തുകൾ അവിടെ കിളിർത്തു. അദ്ദേഹം പാകി വെച്ചതായ വിത്തുകൾ അവിടെ കിളിർത്തു. ആ വിത്തുകൾ അത് കിളിർത്തിട്ട് വളർന്നു. ധാരാളം ഫലമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ബുദ്ധമതാനുയായികൾ നിറഞ്ഞ ബർമീസ് ദേശത്ത് കർത്താവിൻ്റെ സുവിശേഷം പരക്കുന്നതിന് ജഡ്സൻ്റെ പ്രവർത്തനം സഹായകമായി. പ്രിയപ്പെട്ടവരെ, കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ അതിനെ അനേകർക്ക് മധുരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ മധുരം ലഭിക്കാൻ. കർത്താവായ യേശു കുരിശിൽ മരിച്ചു. കുരിശിന്മേൽ കിടന്ന് പിടഞ്ഞു. കുരിശിന്മേൽ കിടന്ന് വേദന അനുഭവിച്ച് യാതനയേറ്റ് പിടഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആരും ഉണ്ടായിരുന്നില്ല, സഹായിപ്പാൻ ആരെയും കണ്ടില്ല. നമുക്ക് വായിക്കാം 69-ാം സങ്കീർത്തനം 21-ാം വാക്യം. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ എല്ലാം കുടുക്കും കണിയുമായി തീരട്ടെ. നാം തുടർന്ന് വായിക്കാം. 20-ാം വാക്യം വായിക്കാം. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. വല്ലവന് സഹതാപം തോന്നുമോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. യേശു ഏകനായി കുരിശിൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. പകച്ചു നോക്കി, ആരെയും കണ്ടില്ല. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലെ യാതനയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഞാൻ പകച്ചു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല, ഞാൻ സൂക്ഷിച്ചു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. ആരും സഹായിയായിട്ടില്ലെന്ന് വരും. ആരും താങ്ങാൻ ഒരു കൈത്താങ്ങ തരാൻ വന്നില്ല എന്ന് വരും. എല്ലാവരും കൈവിട്ടെന്ന് വരും. ആർക്കും നമ്മുടെ പ്രയാസം മനസ്സിലായില്ല എന്ന് വരും. നമ്മുടെ പ്രശ്നം ആർക്കും മനസ്സിലായില്ല എന്ന് വരും. നാം അനുഭവിക്കുന്ന യാതന മറ്റുള്ളവർക്ക് പിടികിട്ടിയില്ല എന്ന് വരും. സാരമില്ല, എല്ലാം ശരിയായി കാണുന്ന ഒരാളുണ്ട്. എല്ലാം ശരിയായി കാണും. എല്ലാവരും തെറ്റിദ്ധരിക്കും, പക്ഷേ എല്ലാം ശരിയായി കാണുന്ന യേശുവുണ്ട്. പലരും തെറ്റിദ്ധരിക്കും, കൂട്ടായ്മയുള്ളവർ തെറ്റിദ്ധരിച്ചെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വമേറിയ കൂട്ടായ്മയുള്ളവർ പോലും തെറ്റായി ധരിച്ചെന്ന് വരാം. പക്ഷേ സ്വർഗത്തിലെ യേശു തെറ്റിദ്ധരിക്കുകയില്ല. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും എൻ്റെ യേശു തെറ്റിദ്ധരിക്കുകയില്ല. ആരെല്ലാം മറികടന്ന് പോയാലും യേശു മറികടന്ന് പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. യേശു നിൻ്റെ അരികത്തേക്ക് വരും. നിൻ്റെ മുറിവുകളെ അവൻ കാണും. നിനക്കേറ്റതായ മുറിവുകളെ അവൻ കാണും. അവൻ നിൻ്റെ അരികത്ത് ചേർന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം.
യേശു നിന്നോട് പരിഭവിക്കുകയില്ല, നിന്നെ വഴക്ക് പറയുകയില്ല. നീ എന്തിനാണ് ഈ വഴിയിലൂടെ നടന്നതെന്ന് ചോദിക്കുകയില്ല. എന്തിനാണ് നീ യെരൂശലേമിൽ നിന്ന് യെറിഹോവിലേക്ക് പോയതെന്ന് ചോദിക്കുകയില്ല. നീ യെറിഹോവിലേക്കുള്ള യാത്ര ദുഷ്കരമാണെന്ന് നീ അറിയാഞ്ഞത് എന്താണെന്ന് ചോദിക്കുകയില്ല. ഇവിടെ കള്ളന്മാരുണ്ടെന്ന് നീ അറിയേണ്ടതല്ലായിരുന്നോ? നീ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചോദിക്കുകയില്ല. നീ ബുദ്ധിപൂർവ്വം നിൽക്കേണ്ടതല്ലായിരുന്നോ? ഇവിടെ കള്ളന്മാർ പതിയിരിക്കുന്ന വഴിയാണ് യെറിഹോവിലേക്കുള്ള വഴിയെന്ന് നീ അറിയേണ്ടതല്ലായിരുന്നോ? യേശു ഒരിക്കലും ചോദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ മുറിവേറ്റ് പിടയുന്നു, അർത്ഥപ്രാണനായി കിടക്കുന്നു. യേശുവിനോട് സഹതാപമാണ്. ശരിയാണ്, മണ്ടത്തരം പറ്റിയതാണ്. ആ വഴിയെ പോകണ്ടായിരുന്നു. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ വഴി കള്ളന്മാരും കൊള്ളക്കാരും പതിയിരിക്കുന്ന വഴിയാണ്, ഏകാന്തമായ വഴിയാണ്, അപകടങ്ങൾ പതിയിരിക്കുന്ന വഴിയാണ്. പോകരുതായിരുന്നു. എങ്കിലും ഇപ്പോൾ നിൻ്റെ സ്വത്തെല്ലാം കള്ളന്മാർ അപഹരിച്ചു, നിൻ്റെ സമ്പത്തെല്ലാം കൊണ്ടുപോയി, നിന്നെ അടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി ഇട്ടേച്ച് പോയി. നിൻ്റെ അരികത്തേക്ക് യേശു കടന്നു വരുന്നു. യേശു നിൻ്റെ അരികത്ത് മുട്ടുകുത്തിയിരിക്കുന്നു. യേശു നിൻ്റെ മുറിവുകളെ തഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. കോപിക്കുന്നില്ല. എൻ്റെ ദൈവമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളുടെ ജീവിതം കണ്ട് കോപിക്കുന്നില്ല. നിങ്ങൾക്ക് വീഴ്ച പറ്റിയത് കണ്ട് കോപിക്കുന്നില്ല. നിങ്ങൾക്ക് അബദ്ധം പറ്റിയത് കണ്ട് കോപിക്കുന്നില്ല. യേശു നിങ്ങളുടെ അരികത്ത് ചേർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ അവിടെ ഇരുന്നു കൊണ്ട് മുറിവുകളെ തഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ബാഗിലുള്ള കുപ്പി എടുക്കുന്നു. കുപ്പിയിൽ നിന്ന് അവിടെ ആ മുറിവിലേക്കെല്ലാം എണ്ണ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നു. ശുദ്ധീകരിക്കുന്ന എണ്ണ, ഗലയാദിലെ സുഗന്ധ തൈലം. ദൈവത്തിന് സ്തോത്രം. അതവിടെ ഒഴിച്ചു കൊടുക്കുന്നു. അവിടെ പെട്ടെന്ന് സുഖമാകുന്നു. തന്നെയല്ല, യേശു ആ വേദന മാറ്റിയതിന് ശേഷം യേശു നിൻ്റെ വായ് പിളർത്തിയിട്ട് മിണ്ടാൻ വയ്യാതെ കിടക്കുകയാണല്ലോ, വായിലേക്ക് വീഞ്ഞ് ഇറ്റിട്ടൊഴിച്ചു തരുന്നു. എണ്ണയും വീഞ്ഞും പകർന്നു. ദൈവത്തിന് സ്തോത്രം. വായിലേക്ക് വീഞ്ഞൊഴിച്ചു തരുന്നു. എന്നിട്ട് യേശു പയ്യെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. യേശു എഴുന്നേൽപ്പിച്ചിട്ട് ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യന് വീഞ്ഞും എണ്ണയും പകർന്ന് എഴുന്നേൽപ്പിച്ചിട്ട് യേശു നെഞ്ച് തടക്കി പിടിച്ചുകൊണ്ട് പയ്യെ നടക്കുന്നു. എന്നിട്ട് കഴുതപ്പുറത്ത് കയറ്റിയിട്ട് യേശു ആ കഴുതിയോടൊപ്പം നടന്ന് യേശു വഴിയമ്പലത്തിലെത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വഴിയമ്പലക്കാരനെ ഏൽപ്പിക്കുന്നു. ദൈവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. വേണമെങ്കിൽ നിനക്ക് അധികം ചിലവിട്ടാൽ തരാം. 2 വെള്ളിക്കാശ് തരുന്നു. 2 വെള്ളിക്കാശ് നിനക്ക് തരുന്നു. അധികം ചിലവിട്ടാൽ നിനക്ക് ഈ വെള്ളിക്കാശ് ഇരിക്കട്ടെ, ഞാൻ തിരികെ വരുമ്പോൾ ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം. കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഒട്ടേറെ കാര്യങ്ങൾ പറയാൻ തോന്നുന്നല്ലോ. നമ്മെ താങ്ങുന്ന കരങ്ങൾ, നമ്മെ തലോടുന്ന കരങ്ങൾ. ഞാൻ ഈ കരങ്ങളുടെ സ്പർശം അനുഭവിച്ചിട്ടുണ്ട്. ഈ കരങ്ങളുടെ തലോടൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ കരങ്ങൾ എന്നെ തലോടിയിട്ടുണ്ട്. ആ കരങ്ങൾ തെരുതെരെ എൻ്റെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. ആ കരങ്ങൾ എന്നെ ഓമനിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞവനായില്ല, ഞാൻ പോരായ്മയുള്ളവനാണ്. പക്ഷേ എൻ്റെ യേശു വലിയവനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞവനല്ല, ഞാൻ ഒട്ടേറെ കുറവുകളുള്ളവനാണ്. പക്ഷേ എൻ്റെ യേശു വലിയവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അരികത്തേക്ക് യേശു വരുന്നു. മോനെ, നിൻ്റെ ശരീരത്തിലേറ്റ വ്രണങ്ങൾ അവൻ കാണുന്നുണ്ട്. നിൻ്റെ ആത്മാവിനേറ്റ മുറിവുകൾ അവൻ കാണുന്നുണ്ട്. പാപം മൂലം വന്ന മുറിവുകൾ, മോളെ, നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ മുറിവുകൾ, വന്നുപോയ തെറ്റുകൾ അവൻ കാണുന്നുണ്ട്. അവൻ നിന്നോട് സഹതാപമാണ്. അവൻ നിന്നോട് ചേർന്നിരിക്കുകയാണ്, തഴുകുകയാണ്, തലോടുകയാണ്, എണ്ണയും വീഞ്ഞും പകരുകയാണ്, സൗഖ്യം തരികയാണ്, വേദന മാറ്റുകയാണ്, ആശ്വാസം പകരുകയാണ്, നിൻ്റെ മേൽ വീഞ്ഞൊഴിക്കുകയാണ്. അവൻ്റെ തിരുരക്തമാണ് നിൻ്റെ നാവിലേക്ക് ഇറ്റിട്ട് വീഴുന്നത്. നിൻ്റെ നാവിലേക്ക് ഇറ്റ് തരുന്നത് വെറും വീഞ്ഞല്ല, അത് തിരുരക്തമാണ്. ആ തിരുരക്തം നിനക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്നെ അവൻ സ്നേഹിക്കുന്നു, നിന്നെ അവൻ കരുതുന്നു, വാഹനമൃഗത്തിൽ കയറ്റുന്നു, വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് രക്ഷ ചെയ്യുവാൻ ഇതാ നിങ്ങളെ സത്യവചനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുകയും യേശുവിന് പറയുകയും, കർത്താവേ, വ്രണപ്പെട്ടവനായി ഞാൻ വന്നിരിക്കുന്നു, കയ്പ് കുടിച്ചവനായി ഞാൻ വന്നിരിക്കുന്നു, കാഞ്ഞിരം തിന്നവനായി ഞാൻ വന്നിരിക്കുന്നു, യാതനകളേറ്റ് പിടയുന്നവനായി ഞാൻ വന്നിരിക്കുന്നു, കഷ്ടപ്പാടേറ്റ് വലയുന്നവനായി ഞാൻ വന്നിരിക്കുന്നു. നാഥ, എൻ്റെ മേൽ നിനക്ക് കരുണ തോന്നണമേ, എന്നെ തൊടണമേ, എന്നെ തലോടണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ പാവപ്പിഴകളെല്ലാം പൊറുക്കണമേ, അശുദ്ധിയെല്ലാം ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിൽ അത്യാഗ്രഹം പൊറുക്കണമേ, എൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും പൊറുക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പോയ സകല പാപങ്ങളും പോക്കി എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നോട് കരുണ തോന്നണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, ജീവനുള്ള ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും തൊടണമേ, തലോടണമേ. ഞങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ തരുവാൻ ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നേൽക്കുന്ന രക്ഷക, അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.